ഇത് ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസത്തിലെ 16-ാം തീയതിയാണ്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് ഭക്തി പ്രദർശിപ്പിക്കുന്നതിന് മുൻപറഞ്ഞ ന്യായങ്ങൾ തക്ക ശക്തിയുള്ളവയായിരുന്നാലും എണ്ണമില്ലാത്ത ക്രിസ്ത്യാനികൾ ഇവയെപ്പറ്റി ഗാഢമായി ചിന്തിക്കാത്തതുകൊണ്ട് അവരുടെ കാര്യം തീരെ വിസ്മരിച്ചു കളയുന്നു. ക്ഷന്തവ്യമല്ലാത്ത ഈ മറവി എത്ര കഠിനമായ കൃത്യമാണെന്നാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരുത്തൻ സ്വന്തം ആളുകളെ മറന്ന് അവയുടെ കാര്യം വിചാരിക്കാതിരുന്നതിനാൽ അവൻ അവിശ്വാസിയേക്കാൾ ഹീനനാകുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ നമ്മുടെ പിതാവായ സർവേശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടു. അവിടുത്തെ പ്രതാപഛായ ധരിച്ചു ദൈവത്തോടുകൂടി മരിച്ചവരും എന്നെന്നും ദൈവത്തോടുകൂടി വാഴുവാൻ നിയമിതരുമായിരിക്കയാൽ ഇവർ നമുക്ക് അന്യരെന്ന് പറയാമോ? നമ്മുടെ കർത്താവും സഹോദരനുമായിരിക്കുന്ന ഈശോ മിശിഹായുടെ ദിവ്യരക്തത്താൽ വീണ്ടും രക്ഷിക്കപ്പെട്ടവരും മിശിഹായുടെ അവയവങ്ങളുമായി വേർപിരിയാത്ത വിധത്തിൽ ഈശോയോടുകൂടി നിത്യമായി എല്ലാവക ഭാഗ്യങ്ങളും അനുഭവിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഈ ആത്മാക്കളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് എങ്ങനെ പറയും? സകല ക്രൈസ്തവർക്കും ദൈവം ഏകപിതാവും ഈശോ മിശിഹ ഏക രക്ഷിതാവും പരിശുദ്ധ മറിയം ഏക മാതാവും ജ്ഞാനസ്നാനം ഏക ആത്മീയ മുദ്രയും തിരുസഭ ഏക തൊഴുത്തും മോക്ഷഭാഗ്യം ഏക ലക്ഷ്യവുമായിരിക്കുന്നതിനാൽ എല്ലാവരും ഏക കുടുംബാംഗങ്ങളും ഏക ശരീരവും ഏക ആത്മാവും പോലെയാണ് ഇരിക്കുന്നത്. ആകയാൽ മരിച്ചവരുടെ ആത്മാക്കളെ ജീവിച്ചിരുന്ന നമുക്ക് അന്യാത്മാക്കളെന്ന് വിചാരിക്കാമോ? അവരെ സഹായിക്കാതെ വിട്ടുപേക്ഷിക്കാമോ? രണ്ടാമത്, ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് അധിക ബന്ധവും അടുപ്പവുമുള്ള ആത്മാക്കൾ വളരെയുണ്ടെന്നതിന് സംശയമില്ല. നിങ്ങളുടെ ദേശവാസികൾ, സ്നേഹിതർ, ഉപകാരികൾ, ഉപദേശികൾ, ഗുരുക്കന്മാർ, മെത്രാന്മാർ നിങ്ങൾക്ക് അന്യരാകുന്നു എന്ന് പറയാൻ കഴിയുമോ? അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നതിനുള്ള കടമ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഗുരുക്കളും ഉപദേശികളും നിങ്ങളെ സ്വർഗപാതയിൽ കൂടി നടത്തുന്നതിന് വളരെ ക്ലേശിച്ചിട്ടുള്ളവരാണ്. നിങ്ങളുടെ സംബന്ധക്കാരുടെ സ്നേഹിതരും എല്ലായ്പ്പോഴും ആപത്തിലും സങ്കടത്തിലും നിങ്ങളെ വിട്ടുമാറാതെ നിങ്ങൾക്ക് എത്രയോ സഹായോപകാരങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്രകാരം തന്നെ നിങ്ങളുടെ തദ്ദേശീയരായ നിങ്ങളെ എത്രയോ സഹായിച്ചിരിക്കുന്നു. ഇവരെല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ളവരെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് അവരുടെ ആത്മാക്കളെ മറക്കാതെ അവരെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടി സൽക്രിയകൾ മൂലം നിങ്ങൾ പ്രയത്നിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. മൂന്നാമത്, മാതാപിതാക്കന്മാരായി ഏറ്റവും അടുത്ത സംബന്ധികളെപ്പോലും അവരുടെ മരണശേഷം പലരും വിസ്മരിച്ച് കളയുന്നു. അവരുടെ ആയുഷ്കാലത്തിൽ അവർക്ക് ദീനമോ മറ്റെന്തെങ്കിലും ആപത്തോ നേരിട്ടിരുന്നപ്പോൾ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടും ക്ലേശവും പണച്ചെലവും സഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴവർ ശുദ്ധീകരണ സ്ഥലത്തിൽ അധിക പീഡകളും സങ്കടങ്ങളും അനുഭവിക്കുന്നു എന്നറിഞ്ഞിട്ടും അവർക്ക് ആശ്വാസവും സന്തോഷവും വരുത്താൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വല്ലതും ചെയ്താലും അത് എത്രയോ തുച്ഛം. നിങ്ങൾ വസിക്കുന്ന വീടും അനുഭവിക്കുന്ന വസ്തുക്കളും അവരുടേതാകയാൽ ഇവയൊക്കെയും മരിച്ച ഇവരുടെ നാമത്തെയും നിങ്ങൾക്കുള്ള കടമയെയും രാവും പകലും ഇടപെടാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ലയോ? വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്കുള്ളവരുടെ ആത്മാക്കളെ നിരൂപിക്കാതിരുന്നാൽ സത്യവേദത്തെ വിട്ടുപേക്ഷിച്ചവരെയും അവിശ്വാസികളെയും കാൾ നിങ്ങൾ ദുഷ്ടന്മാരും കഠിന ഹൃദയന്മാരുമാണെന്ന് പറവാനുള്ളതാകുന്നു. ക്രിസ്ത്യാനികളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹയുടെ ഈ വാക്യം നിങ്ങളിൽ നിറവേറാതിരിക്കുവാൻ ശുദ്ധീകരിക്കപ്പെടുന്ന സമസ്ത ആത്മാക്കളോടും വിശേഷാൽ നിങ്ങളുടെ സംബന്ധക്കാരുടെ ആത്മാക്കളോടും അധികം അലിവായിരുന്ന് അവരെ ഒരിക്കലും മറക്കാതെ അവർക്ക് വേണ്ടി യഥാശക്തി പ്രയത്നിച്ചു കൊണ്ടുവന്നാൽ ഒരു ഭാരമേറിയ കർത്തവ്യം നിങ്ങൾ നിറവേറ്റുകയും തന്മൂലം അനവധി നന്മകൾ സമ്പാദിക്കുകയും ചെയ്യും. ജപം. ദയാനിധിയായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേട്ടറിയണമേ. അങ്ങയെ അറിഞ്ഞ് വിശ്വസിച്ച് ഉറപ്പോടുകൂടി സ്നേഹിച്ചു വരുന്ന ഞങ്ങളുടെ സംബന്ധക്കാരുടെയും സ്നേഹിതരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ജപങ്ങൾ കൈക്കൊണ്ട് അവരുടെ പാപങ്ങൾ പുറത്ത് അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിൻ്റെ വിലമതിക്കാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ.